അതെ, ഇപ്പൊ ബറോസ് പടം വരുന്നുണ്ടല്ലോ, അതിനകത്ത് എത്രമാത്രം പൈസ ഇൻവെസ്റ്റ് ചെയ്തെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ വളരെ കുറവാകാനാണ് സാധ്യത. അപ്പോൾ ഒരു തട്ടിക്കൂട്ടിനുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. അതായത് ഇപ്പോൾ ബറോസ് മോഹൻലാൽ ഡയറക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. ബറോസ് ഭയങ്കര ബിഗ് ബജറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും ഇതിനകത്ത് ഗ്രാഫിക്സും ഒക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? 500 രൂപ കൊടുത്താൽ ചിലപ്പോൾ ചെയ്തു തരും. അതുപോലെ മനസ്സിലായോ? 500 രൂപയ്ക്ക് ചെയ്യുന്ന ആളെ ആ പിള്ളേർ കണ്ട ഫ്രീ ആയിട്ട് ചെയ്തു. ഇൻസ്റ്റേ വന്നു ഇങ്ങനെ പൊങ്ങി പോകുന്നത് എങ്ങനെയാന്ന്. അത് ഏതാണ്ട് ആപ്പിനകത്ത്, കുഞ്ഞു ആപ്പിനകത്ത് പിള്ളേർ ചെയ്ത് കാണിച്ച്. അപ്പൊ അതിനർത്ഥം ഇവര് വലിയ ബഡ്ജറ്റ് ഇല്ലാതെ ഇപ്പൊ പരിപാടി അവതരിപ്പിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ തട്ടിക്കൂട്ടി ആളെ പറ്റിച്ച് കുറച്ച് കാശുണ്ടാക്കാനുള്ള ഒരു പരിപാടി മാത്രമേ നടത്തുന്നുള്ളൂ. ഇതിന് ഈ പറഞ്ഞ പോലെ ഇത്രയും കോടിയൊന്നും ചെലവൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഇവർക്കുള്ള ചെലവാ. അതായത് ഈ നടന്മാർക്കുള്ള റെമ്യൂണറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ എക്സ്ട്രാ വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇവരെ കൊണ്ടുവന്ന് ചുമ്മാ ഇവര് പോയി കുറെ അടിച്ചു പൊളിക്കുന്നതിന്റെ ചെലവായി പറയുന്നത്. അല്ല, സിനിമയ്ക്കകത്ത് വലിയ ചെലവ് വരുന്നില്ല. പിന്നെ ഈ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു ഇയാൾ ഇട്ടോണ്ടിരിക്കുന്നതൊക്കെ ചുമ്മാ കോമഡി സാധനങ്ങളാ. സിനിമക്കകത്ത് കാശ് മുടക്കാതെ സിനിമ കാണില്ലേ? ഇതൊന്നും ഇല്ല. ഇവര് ചുമ്മാ ഏണ്ട് തട്ടിക്കൂട്ട് ഉടായ്പ് കാണിച്ച് ഇപ്പൊ ആ പൊട്ടന്മാരെ പറ്റിച്ച് ഏണ്ട കള്ളപ്പണം പഠിപ്പിക്കാണ്ടാന്നേ. ഇതിന്റെ പേരിൽ കുറെ ഏണ്ടൊക്കെ എഴുതി തള്ളുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ സിനിമ കൊള്ളത്തില്ല. സിനിമയ്ക്കകത്ത് ഒട്ടും ബഡ്ജറ്റ് ഇല്ല. അതുപോലെ തന്നെ ആയിരിക്കും എമ്പുരാനും. ഇതൊന്നും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണ്ട. ഇവിടെയൊക്കെ കാണാൻ പോകുന്ന വണ്ടന്മാരെ പറഞ്ഞാൽ മതി. പെറോസൊക്കെ കണ്ടിട്ട് നല്ലതെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ആറാട്ടണം വന്നിട്ട് പറഞ്ഞ് മുട്ടത്തല മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. മുട്ടത്തല കാണാൻ പറ്റിയെന്ന് മോഹൻലാലിന്റെ. അത് തന്നെ പരിപാടിയായിരുന്നു. ഇത് എന്താണെന്നറിയോ, എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയാമോ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ പടം ഇപ്പൊ സിനിമ ചെയ്യാന്നൊക്കെ പറയുന്നതേ, നമ്മള് സിനിമ ചെയ്യാ, ഒരു മനുഷ്യൻ സിനിമയൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് അത് നല്ലൊരു സിനിമ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളതായിരിക്കുമല്ലോ ആഗ്രഹം. ഇതിന്റെ സാമ്പത്തികം എന്നൊക്കെ ഉള്ളതിന് അപ്പുറത്തോട്ട് നല്ലൊരു സിനിമ ചെയ്യുക, അങ്ങനെയാണല്ലോ അതിന്റെ ഒരു വെപ്പ്. അങ്ങനെ ആണോ അല്ല എന്നുള്ളത് വേറെ വിഷയം. അതൊക്കെ കൊള്ളാവുന്ന ആൾക്കാർ ചെയ്യുന്നു. മോഹൻലാലിന് അങ്ങനെ ഇല്ല. മോഹൻലാലിന് ചുമ്മാ ഓരോന്ന് ചെയ്ത് കാണിച്ച് ചുമ്മാ കുറെ കള്ളത്തരം കാണിക്കണം. ജിമ്മിൽ പോണ പോലെ സിനിമ അത് തന്നെ, ജിമ്മിൽ പോകുന്ന പോലെ തന്നെയാ. ചുമ്മാ ഉടായി പോരെന്ന് ഒപ്പിക്കുക, ഇടയ്ക്ക് കയറി ഓരോന്ന് കാണിച്ചു കൂട്ടുക. എല്ലാത്തിനും ഈ പൈസ ഇടുന്ന ഇങ്ങനെ ഇത്രയും പൊട്ടത്തരം ചെയ്യാൻ ആരാ കാശ് കൊടുക്കുന്നേ? അതിനകത്തൊരു ചെറിയ പ്രശ്നമില്ല. കാശ് അധികം പോകുന്നില്ല, സിനിമയ്ക്ക് ചെലവാകുന്നില്ല. പക്ഷെ ഇവരുടെയൊക്കെ പോക്കറ്റിലോട്ട് ഇടാൻ എന്തോ ഒരു പൈസ. അത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ പറ്റിക്കുന്നതാണോ, അതോ ഇനി ഈ പറഞ്ഞ പോലെ വല്ല ബ്ലാക്ക് മണി പരിപാടിയോ തരികിടയോ എന്തെങ്കിലും ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. അല്ലാതെ എന്തിനാ ഇങ്ങനെ സിനിമ എടുക്കുന്നേ? ഒരു കലാകാരനാണെങ്കിൽ അയാൾ ചെയ്യുമോ ഇങ്ങനെ? ഒരു ഇച്ചിരിയെങ്കിലും ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനാണ് ചെയ്യുന്നത്. അല്പം ജെന്യുവൻ ആണെങ്കിൽ ഒരു കാണാൻ ഒരാൾ വരുന്നതാണ്, അല്ല ഒരു ഫുഡ് ഉണ്ടാക്കുവാണ്. ഇപ്പൊ മോഹൻലാൽ ഒരു ഷെഫാണെന്ന് വിചാരിക്കുക. മോഹൻലാൽ ഇങ്ങനെ ഒരുമാതിരി പന്ന ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അയാളോട് താല്പര്യമുള്ളവരെ കൊണ്ട് തീറ്റിക്കാൻ മടിയില്ലാത്ത ഒരുത്തെന്ന് പറഞ്ഞ ഒന്ന് ആലോചിക്ക്. അതായത് എക്സ്പയർ ആയ സാധനങ്ങൾ എടുത്തോണ്ട് വന്ന് എന്നിട്ട് സൂപ്പറാന്ന് പറയും. ഇങ്ങനെ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് പറയും. കള്ളത്തരം പറഞ്ഞു ജീവിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോ ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള ബോധം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഉണ്ട് എനിക്ക്. അങ്ങനല്ല ഇത്. അത് ഉണ്ടാക്കാൻ ബോധമില്ലായ്മയൊന്നുമല്ല. ഇത് ഇവർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഇവർക്ക് ചെയ്ത് കൊടുക്കാനാ. ഇതിനകത്ത് തെറ്റിപ്പോയിരിക്കുന്ന സാധനം എന്തുവാ? ഗ്രാഫിക്സ് ഒക്കെ എന്തോടോ? ഇങ്ങനെയാണോ ഗ്രാഫിക്സ് ചെയ്യുന്നത്? അല്ലെ അതൊക്കെ കൊള്ളാവുന്ന ആൾക്കാരെ ഏൽപ്പിച്ച എന്തോ വെള്ളത്തിന് മീതെ കൂടെ നടക്കുമ്പോ ഈ എന്താ മത്തി ആടുന്ന സീനൊക്കെ കാണിക്കും. എന്തോ ആടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏതാണ്ട് ഇങ്ങനെ ഇയാൾ പൊങ്ങി പൊങ്ങി പോകുന്നുണ്ട്. അത് വേണം, ഞാൻ കാണിച്ചു തരാം. വെറുതെ കൈൻ മാസ്റ്റർ ചെയ്ത് കളയും കേട്ടോ. അത്രേ ഉള്ളൂ. അല്ല തമാശല്ല, ഞാൻ ചെയ്യും. വിത്ത് കൈൻ മാസ്റ്റർ ലോഗോ, അത്രേ ഉള്ളത്. അത് വലിയ സംഭവം ഒന്നും അല്ല. എഡിറ്റിംഗ് പഠിപ്പിക്കാൻ വന്നേക്കും. നമ്മളൊക്കെ എഡിറ്റ് ചെയ്യും. അങ്ങനെയാണേല് ഇതിനേക്കാൾ സൂപ്പർ എഡിറ്റിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് പഠിച്ചിട്ട് വേണം ഇതൊക്കെ പറയാൻ. നമ്മളൊന്നും പറയുന്നില്ല. അവർക്ക് പൈസ കൊടുത്താല് നല്ല ടെക്നീഷ്യന്മാരെ കിട്ടും. അവര് അവിടെ അത് ഒതുക്കി എവിടെയോ ഫോട്ടോഷോപ്പിൽ ചെയ്തോണ്ടിരുന്ന പരിപാടിയൊക്കെ എടുത്തോണ്ട് വന്ന് പ്രീമിയറിലായിരിക്കും ചിലപ്പോൾ ചെയ്തേക്കുന്ന. പ്രീമിയർ മോശമല്ല, എന്നാലും ഞാൻ പറയുക, ഏറ്റവും ചെറിയ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ആളെ പറ്റിക്കുന്ന ഒരു പരിപാടിയും കൊണ്ട് വന്ന മോഹൻലാൽ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഒരു കുക്ക് അയാൾക്ക് കുക്ക് ചെയ്യാൻ അറിയുമോ അറിയത്തില്ലോ എന്നറിയത്തില്ല. പക്ഷെ എന്നാലും ഈ കനച്ച എണ്ണയും ഒക്കെ ഇട്ടിട്ട് പഴയ സാധനങ്ങൾ എക്സ്പയർ ആയ പൊടിയും ചിലപ്പോൾ 2-3 ദിവസമായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നൊക്കെ ചൂടാക്കി അയാളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അല്ല, നിവൃത്തിയുടെ കൊണ്ടല്ല, ഒരു പറ്റിക്കാൻ ഒരു രസമുള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു മനസ്സുള്ള ഒരു മനുഷ്യനെ പോലെ എനിക്ക് തോന്നുള്ളൂ. അത് വൃത്തികെട്ട മനസ്സാണത്.
ഒരിക്കലും അങ്ങനെ ഒരാളും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. അത് ആർട്ടിലാണ് ചെയ്തിരിക്കുന്നത്. കുക്കിങ്ങും ആർട്ടാണ്. ആർട്ടിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു കലാകാരൻ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ. ഇങ്ങനെ തേക്കരുത്, തെണ്ടിത്തരവാ കാണിക്കുന്നത്. അതും ഇയാളെ ഇഷ്ടപ്പെടുന്ന കുറെ പൊട്ടന്മാര് പോയത് കണ്ടില്ലേ? അവന്മാരെ ഇങ്ങനെ ഊക്കാവോ? അതുങ്ങളാണ് ഏറ്റവും ഗതികെട്ട പാവപ്പെട്ടവരെ ഊമ്പിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അതപ്പതിച്ചൊരു മനുഷ്യനെ കൊണ്ട് വരത്തുള്ളൂ. ഏറ്റവും അതപ്പതിപ്പിക്കുമ്പോൾ മാത്രമേ പാവങ്ങളെ പറ്റിക്കാൻ വരത്തുള്ളൂ. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആൾക്കാരെ ഇത് പോയി കാണുന്നത്. ഇയാളുടെ ഫാൻസിനെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. തീരെ വെളിവില്ലാത്ത കുറെ എണ്ണം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഹൈപ്പ് അടിച്ച് കയറ്റി മറ്റേ ഡയലോഗ് പറയുമ്പോഴേ എനിക്ക് എന്റെ പിള്ളേരുണ്ടോ അത് പോട്ടെ. അത് കേട്ടപ്പോഴേക്കും ഇവന്മാർക്കൊക്കെ രോമാഞ്ചം വരുള്ളൂ. ഈ പാവങ്ങളെ പറ്റിക്കുവാ എന്നിട്ട് പോട്ടെ, അത് വിടറോ. ഇവൻ എന്നിട്ട് വന്ന് പറഞ്ഞുണ്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ചെയ്യാൻ പറ്റിയത്, ഇനി ആരെങ്കിലും ചെയ്ത് രണ്ടാമതായി പോകുന്നു. ഇതൊക്കെ അവസാനമായിട്ട് ചെയ്യത്തുള്ളൂ. ഒരുത്തനും ഇങ്ങനെ ചെയ്യണ്ട. ആരാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഡോക്ടർ ഫാസിൽ ഒരു വീഡിയോയിൽ എവിടെയോ പറയുകയാണെ, ഏതോ ഇയാൾ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചത് ഒരു ഡിസംബർ 25-നായിരുന്നു. പിന്നെ ഇയാളുടെ മറ്റേ എന്താണ് ഈ മണിച്ചിത്രത്താഴ്, അതൊരു ഡിസംബർ 25-നായിരുന്നു. ബറോസ് വരുന്നത് ഡിസംബർ 25-നാണ്. അതോടുകൂടി കഴിഞ്ഞു എന്ന് അതിന്റെ അർത്ഥം. തുടങ്ങിയതും അതിന്റെ ഒരു മിഡ് ഏജ് വരുന്നത് ഈ പറയുന്ന മറ്റേ വേണമല്ലോ, അതാണ് ബറോസ്. അതോടുകൂടി കഴിഞ്ഞു, ഇനി ഒന്നും ഭയങ്കര ഡയറക്ടറാണ് പോലും. 40 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഇതൊക്കെയാ ചെയ്തു വെച്ചെങ്കിൽ എഡിറ്റിംഗ് പഠിക്കാതെ ഞങ്ങളും എന്തെങ്കിലും പറയുന്നതിനകത്ത് തെറ്റുണ്ടോ? പഠിച്ചിട്ട് വിമർശിക്കത്തെ നമ്മള് എഡിറ്റിങ്ങിനെ പറ്റി തിരക്കെ അങ്ങനെ പറഞ്ഞ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. എന്നിട്ട് ചെയ്ത് വെച്ച കാണണം. അതിനകത്ത് പാളിയതോ എഫക്ട്സും എഡിറ്റിങ്ങും ഒക്കെ തന്നെയാ. ഒന്നും അറിയത്തില്ല, ചുമ്മാ ഇങ്ങനെ ആരാണ്ട് പറയും, കിടന്ന് ചാടും തുള്ളും. അതിനുള്ള ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ളെന്നുള്ളതെല്ലാം ഒരുമാതിരിപ്പെട്ട മനുഷ്യർക്കെല്ലാം മനസ്സിലായ കാര്യമാണ്. എന്നാലും പിന്നെയും പറയുന്നത് ഈ ഒരു കള്ളത്തരം, അതായത് വെളിവില്ലാത്തവരെ പറ്റിച്ച് ജീവിക്കാനെടുത്ത ആ ഒരു തീരുമാനം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര തറയായിപ്പോയി, തറ ലെവലായിപ്പോയി. അത് ഈ ഏറ്റവും വിവരം കെട്ടവനെ ബറോസൊക്കെ പോയി കണ്ടിട്ട് കൊള്ളാന്ന് പറയത്തുള്ളൂ. ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ ചില പൊട്ടന്മാര് പറയുകയും ചെയ്തു ഈ പൊട്ട സിനിമ. ഞാൻ കേട്ടില്ല ആരും പറഞ്ഞു ചിലരൊക്കെ പറഞ്ഞു കുഴപ്പമില്ലെന്നൊക്കെ. നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആരും പറഞ്ഞില്ല. കുട്ടികളുടെ ചിത്രമാന്ന് പറഞ്ഞു. കൊച്ചു കുട്ടികൾ, അതായത് ഈ മറ്റേ ഉള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, കരിഞ്ഞ് മുലപ്പാൽ കുടിക്കുന്ന പിള്ളേർക്ക് അവർക്ക് വേണേ കാണിച്ചാൽ ചിലപ്പോൾ അവരൊന്നും പറയത്തില്ല. കാരണം സംസാരശേഷി ആയില്ലല്ലോ. ജനിക്കാത്ത കുട്ടികളെ കാണിക്കാം. അല്ല, ഗർഭസ്ഥ ശിശു, ഗർഭസ്ഥ ശിശുവിനും 4 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ അതും പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അതായത് കൊച്ചുങ്ങളൊന്നും എടുത്ത് എറിയുകയും ചെയ്യരുത്, ഒന്നും പറയുകയും ചെയ്യരുത്. ഇങ്ങനെ പിച്ച വെച്ച നാൾ മുതൽ തൂങ്ങി, അതെവിടാന്നൊന്നും പറയുന്നില്ല തൂങ്ങിയത്. അങ്ങനെ ഉള്ള പിള്ളേര് കണ്ടാൽ അവർക്കുള്ള സിനിമയാണെന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. അവരൊന്നും തിരിച്ച് പറയത്തില്ല, ഒന്നും എടുത്ത് എറിയത്തുമില്ല. അല്ലാത്തവർക്ക് പറ്റത്തില്ല ഈ സിനിമ. എന്നിട്ട് എമ്പുരാനും കൊണ്ട് വരുവാ ഇപ്പൊ അടുത്ത പരിപാടി. ഇതിനെന്തോ ഇത്ര ബഡ്ജറ്റ് എന്നൊക്കെ കാണണം. ഇവിടെ പകുതി പറഞ്ഞേക്കുന്ന കള്ളത്തരമായിരിക്കും, മനസ്സിലായി. ഇതിനകത്ത് ആകെ കുറച്ച് പൊട്ട എഫക്ട്സ് വെച്ചിട്ട് ഈ പറഞ്ഞ ഹെലികോപ്റ്ററിൽ നിന്ന് വെടിവെക്കുന്ന സീനൊക്കെ ഇനി വല്ലയിടത്തുനിന്ന് എടുത്തുണ്ടോ എന്നാണോ പോലും പറയാൻ പറ്റത്തില്ല. അതൊന്നും ഇമാരെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്നാണ്. അത് എഫക്ട്സ് ആയിരിക്കും. അവന്മാരെ കൊണ്ട് ഇവിടെ കിട്ടാനാ ഇവന്റെ ഇവരൊരു വാർ സോണിലൊന്നും പോയി എന്തായാലും ഷൂട്ട് ചെയ്യാൻ പോകണമെന്നില്ല, അത് ഉറപ്പാ. സ്റ്റുഡിയോക്കകത്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല കോമഡി ആയിരിക്കും. പഴയ വാറല്ല എന്ന് പറഞ്ഞ പടത്തിനകത്ത് വാർ സോണിൽ ഇവര് അത് സൂപ്പർ ആയിരുന്നു. വാർ സോണിൽ ഇവര് പോയാണ് അത് ഷൂട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അതങ്ങോട്ട് പറഞ്ഞ് വാർ ഇവര് നടത്തിന്ന് വരെ പറയും ഇവര്. അങ്ങോട്ട് തള്ളി മറിച്ച് ഇവിടെ പിന്നെ കേട്ടക്ക പുറത്തെ ഉണ്ടാവില്ല. പൃഥ്വിരാജ് വാറിന്റെ ഇടയിൽ വെടിയുണ്ട, മോഹൻലാല് വെടിയുണ്ട കൊണ്ടു, എന്നിട്ട് മരിച്ചില്ല. ആ വെടിയുണ്ട എടുത്തിട്ട് കൊണ്ടുവന്ന് മറ്റേ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ ഉണ്ട അതേ എണ്ണ നിങ്ങളുടെ ഉണ്ടാന്ന് പറഞ്ഞ് കൊണ്ടുവരും. എല്ലാം കണ്ടോന്നാണ് അവിടെ. വേറെ കാര്യമുണ്ട്, ഇത് ഒപ്പിച്ചെടുത്തേക്കുന്ന സീനാണ്. അല്ലാതെ ഇവന്മാർക്കൊന്നും ഇങ്ങനത്തെ ഹെലികോപ്റ്ററിനകത്തൊന്നും കയറ്റാനൊന്നും ആരും വിടത്തില്ലല്ലോ. അത് ചിന്തിക്കുക നിങ്ങള്. അപ്പൊ അത് എഫക്ട്സ് ആണ്, VFX അല്ല ആനിമേഷനോ അല്ല വല്ല AIയോ എന്ത് വേണേലും ആയിക്കോട്ടെ, അത് വളരെ ചീപ്പായിട്ട് ബറോസ് ചെയ്ത ടീം തന്നെ ആയിരിക്കും ചിലപ്പോ. വേറെ കാര്യം പറയട്ടെ, ഈ ടീസറിനകത്ത് വേറെ സാധനമുണ്ട്. അതായത് ഈ ടീസറില് ആകെ രണ്ട് ആൾക്കാരെ നമ്മൾ അറിയുള്ളൂ. ഒന്ന് മോഹൻലാലും മറ്റേത് പൃഥ്വിരാജും. ടൊവിനോ ഉണ്ട് അതിനകത്ത് കാണിക്കുന്നുണ്ടോ? ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് മരവും മറ്റതും ഏതാണ്ട് തീ പിടിക്കുന്നതും മറ്റേ വാർസോൺ പോലത്തെ ഒരു സ്ഥലവും
ഞാൻ പറയാം, ആ പാവപ്പെട്ട പൊട്ടന്മാരുണ്ടല്ലോ, തീരെ നിവൃത്തിയില്ലാത്ത കുറെ ഫാൻസ് ഉണ്ട്, ഇയാൾ ഇപ്പോഴും വലിയ സംഭവമാണെന്ന് വിചാരിച്ചു അവരെ പറ്റിക്കാൻ ഇറക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഒരു ചുക്കും ഉണ്ടാകത്തില്ല. നല്ല പോലെ അങ്ങ് തേക്കും ഡാഡി പോലെ. അതാണ് ഇനി പൃഥ്വിരാജ് ചെയ്യാൻ ബാക്കിയുള്ളത്. പിന്നെ അവിടെ നിന്നൊക്കെ ചില നടന്മാരെ കൊണ്ട് നിർത്തിയിട്ട് താഴെ നിന്നും മോളിൽ നിന്നും തോക്ക് പ്ലേറ്റിലാണെങ്കിൽ ഈ പ്രാവശ്യം വേറെ വല്ലതും ആയിരിക്കും കൊണ്ടുവന്ന് കാണിക്കുന്നത്. വല്ല ട്രക്കയിലൊക്കെ കൊണ്ടുവരുമായിരിക്കും. ഇപ്പൊ ഈ തോക്ക് കുറെ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. അതായത് വിക്രത്തിനകത്ത് തുടങ്ങിയ പരിപാടി KGF, അതിനു മുമ്പുണ്ട് റോക്കി തമിഴില് ഭയങ്കര തോക്കൊക്കെ എടുത്ത് നടന്ന. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് പടങ്ങളിലൊക്കെ കുറച്ച് തോക്ക് പരിപാടി ഉണ്ട്. അപ്പൊ അത് ഇതിനകത്ത് കേട്ടിട്ടുണ്ടാവും. ഉണ്ണിമൂന്നും തോക്കൊക്കെ എടുത്ത് വെടിവെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ തോക്ക് പരിപാടിയൊക്കെ ആയിട്ട് മോഹൻലാൽ രണ്ട് തൂമ്പ പിടിച്ചോണ്ടിരിക്കുന്ന തോക്കൊക്കെ പിടിച്ചിരിക്കുന്നു. എനിക്കിന്ന് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ ഈ സർവീസ് സ്റ്റേഷനിൽ മറ്റേ ജെറ്റ് പമ്പ് വെച്ചിട്ട് ആ ഒരു രീതിയിൽ അയാളുടെ കയ്യിൽ ജെറ്റ് പമ്പ് വെച്ച് സർവീസ് സ്റ്റേഷൻ നിർത്തുവാന്ന് ആ പടം ഹിറ്റാണ്. അതിനൊക്കെ പറ്റി പട്ടിമുരുകൻ എന്ന് പറയുന്നല്ലോ, പുലിയെ പിടിക്കാനൊന്നും കൊള്ളത്തില്ല, വേണം പട്ടിയെ പിടിക്കാൻ കൊള്ളാം എന്ന് പറയുന്ന പോലെ തോക്കൊന്നും പിടിക്കണ്ട, തൽക്കാലം ജെറ്റ് പമ്പ് എടുത്ത് വണ്ടി വല്ലതും കഴിയാനുള്ള സീൻ കൊടുക്കുവാണെങ്കിൽ പുള്ളിക്ക് പറ്റും. അത്രയൊക്കെ ഉള്ളത്. അതിന് കുറെ ഉടുപ്പും മാറി ഒരു ജാക്കറ്റ് വിട്ടിട്ട് ഇതും പിടിച്ചോണ്ട് എന്നാ നിപ്പാന്ന്. അത് മറ്റേ ഹോട്ടലിന്റെ ബോർഡ് പിടിച്ചു വല്ല ഹോട്ടലിന് മുന്നിൽ നിന്ന് ആ ഹോട്ടലുകാർക്കെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നിക്കുന്നുണ്ടല്ലേ, അത്രേ ഉള്ളൂ നിപ്പ്. അല്ലാതെ ആ പിടുത്തം കണ്ടിട്ട് എനിക്ക് അത് കണ്ടിട്ട് ശരിക്കും തൂമ്പ പിടിച്ചേക്കണ പോലെ തോന്നിയത്. കള പറിക്കാൻ ഇറങ്ങിയ കർഷകനെ പോലെ തന്നെ തോന്നിയത്. ചൂണ്ട പിടിച്ചു നിൽക്കുന്ന ഒരു മത്സ്യകൃഷി നടത്തുന്ന ആൾ. അതെ, ഫിഷിംഗ് ഫ്രീക്സ് ഒന്ന് അതിനൊക്കെ കൊള്ളാവടോ ഇയാളെ. ഈടാ എടുത്തോണ്ട് വന്നേക്ക്, ഇത് പറ്റിക്കാൻ ഇറങ്ങിയേക്കുവാ. ഇത് കണ്ടോണം നിങ്ങൾ നോക്കിക്കോ, ഇത് ശരിക്കും മെഴുകും. ഇനിയിപ്പോ ഇതിനകത്ത് എന്തെല്ലാം ടെക്നിക്കുകൾ കാണിച്ചോന്ന് പറഞ്ഞാലും, ടെക്നിക്കുകളും പൊടിക്കൈകളും കാണിച്ചോന്ന് പറഞ്ഞാലും, ഇത് പരിപാടി എന്റെ അളിയാ മറ്റേ തേങ്ങ എന്തോരം അരച്ചാലും കറി താളല്ലേ വച്ചാലേ എല്ലാം നടക്കും. അയാളെ കൊണ്ട് നടക്കൂല, നാട്ടപടിയുള്ള കേസല്ല. അത് മനസ്സിലാവുന്നുണ്ട്. ഇത്രയൊക്കെ കണ്ടിട്ട് മനസ്സിലാവാത്ത നിങ്ങള് പിന്നെ ഇങ്ങനെ പറഞ്ഞു. എന്താന്നറിയാവോ, ഒരു ചീപ്പായിട്ടൊരു സാധനം എടുത്തോണ്ട് വന്നിട്ട് ഏറ്റവും സ്ഥിരതയില്ലാത്ത ഇത് മന്നിച്ചു പോയ കുറച്ച് വിവരദോഷികളായ തീരെ നിവൃത്തിയില്ലാത്ത മനുഷ്യരുണ്ട്. അവരിപ്പോഴും മോഹൻലാലിന്റെ ഫാൻസ് ആണ്. അവരുടെ പോക്കറ്റിൽ നിന്ന് കൈയിടാനുള്ള പരിപാടി. അങ്ങനെയുള്ള ഫാൻസ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോ ആദ്യം എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണ് അങ്ങനെയൊക്കെ ഫാൻസ് ഉണ്ടാവും എന്നെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കത് മനസ്സിലായി അങ്ങനെ ഉണ്ടാവും. കാരണം എന്ന് പറയുമ്പോ ഇവിടെ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ വരുമ്പോഴേക്കും അതിനകത്ത് വരുന്ന കണ്ടസ്റ്റൻസിന് ഭയങ്കര ഫാൻസ് ഉണ്ടാവും. റോബിനൊക്കെ ഇവിടെ ഭയങ്കര ഫാൻസ് ഉള്ള നാടാത്. ഇപ്പോഴും രജിത്തിനൊക്കെ ഭയങ്കര ഫാൻസ് ഉള്ള ആൾക്കാരാ. അപ്പൊ ഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ അഖിൽമാരാറിന്. അപ്പൊ ഈ ഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഇത്തരത്തിലുള്ള ആളുകളോട് താല്പര്യവും സ്നേഹവും ഉണ്ട് ഇവിടെ. അങ്ങനത്തെ മനുഷ്യരെ ഇവിടെ ഉള്ളത്. അപ്പൊ അവന്മാർക്ക് ഈ സിനിമ ഓക്കെ, അവന്മാര് പോയി കാണുന്നത് അത് സൂപ്പറാന്ന് പറയുകയും ചെയ്യും. നല്ല സിനിമ, വേറെ സിനിമകളൊക്കെ ഉണ്ട് ലോകത്ത്, നല്ല സിനിമകൾ. ഇപ്പൊ ഈ കാറ്റഗറിയിൽ ഇപ്പൊ മറ്റേ ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ ഇങ്ങനെ ഒരാള് ടോം ക്രൂസിന്റെ ഒക്കെ സിനിമ, മിഷൻ ഇമ്പോസിബിൾ ഒക്കെ ഒരു സീരീസ് പോലെ കിടപ്പുണ്ട്. കണ്ടു നോക്ക് വെറുതെ സമയം കിട്ടുമ്പോ. അല്ലാതെ ഈ മോഹൻലാലിനെ തന്നെ കണ്ടോണ്ടിരിക്കണമെന്ന് നിർബന്ധമായിട്ടുണ്ടോ? കാശ് മുടക്കുന്നില്ല, പറ്റിക്കുക, എന്നിട്ട് പൊട്ടന്മാരായ ഫാൻസിനെ വിഡ്ഢികളാക്കുക. പൊട്ടനെ വിഡ്ഢിയാക്കുന്നു. അയ്യോ, അതിന് പോസിറ്റീവ് പറയാം. അനിൽ ജോസ് പെരേര, ആട്ടായം, അവര് മാത്രമേ ഉള്ളൂ. ആറാട്ടണം പോലും നെഗറ്റീവ് പോസിറ്റീവ് പറഞ്ഞില്ല. ആ ഭറോസ. എന്നിട്ട് ഫാൻസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അങ്ങനെ പറയാൻ പാടില്ല. നല്ല പടമാണ്. എന്തുവാണ് ഇവരെ തലയ്ക്കകത്തപ്പോ ഇവർക്ക് എന്താണാവോ, ഇവരിങ്ങനെ ഫാനായിട്ട് മാത്രം നിക്കല്ലേടോ. എനിക്ക് മനസ്സിലായി. ഫാനെന്ന് പറഞ്ഞാലും ഒരു അന്തസ്സില്ലടോ. സ്വയം അവന് ചിന്തിക്കാൻ ബോധവുമില്ലേ? അവന്റെയൊക്കെ പോക്കറ്റ് അടിക്കാനാണോ മോഹൻലാൽ ഇറങ്ങിയേക്കുന്ന? നാണമില്ലേ മോഹൻലാലേ? ഈ പാവപ്പെട്ടവരെ ഊമ്പിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞ നിവർത്തികളിൽ എത്തി നിൽക്കുന്ന ഒരു മനുഷ്യനാണോ ഈ മോഹൻലാൽ? അല്ലേ? ഞാൻ ചോദിക്കുകയാണ്. ഇത്ര വൃത്തികെട്ട സിനിമകളെടുത്ത് ഈ പാവപ്പെട്ടവരെ ഊമ്പിച്ചാണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അവരെ ഊമ്പിക്കുന്നത് ഭയങ്കര ഊമ്പീര് തന്നെയാണ്. അതാണ് ഊമ്പിക്കല്. പലതരം ഊമ്പിക്കലൂടെ നടക്കുന്നുണ്ട്. മോഹൻസിനെ ഊമ്പിച്ചത് കോടീശ്വരന്മാരെ പറ്റിച്ച് കോടീശ്വരനായ. പക്ഷെ മോഹൻലാൽ അങ്ങനല്ല. മോഹൻലാൽ പാവപ്പെട്ടവനെ പറ്റിച്ച് ജീവിക്കുന്നത്. അത് മറക്കണ്ട. ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട, സ്ഥിരത പോലും ഇല്ലാത്ത,
എന്തോ മന്നിച്ചു പോയാ. ഡെയിലി വേജസിന് ഡെയിലി പണിയെടുക്കുന്നില്ല. വീട്ടുകാരുടെ പൈസക്ക് വേണ്ട ഇവന്മാര് സിനിമ എടുക്കുന്നത്. അല്ല, സിനിമ കാണാൻ വരുന്നത്. അല്ലാതെ ഇവന്മാര് പണിയെടുക്കാൻ പോകുന്നവൻ പോലും ഇയാളെ സിനിമ കാണാൻ പോകുന്നുള്ളൂ കാശ് മുടക്കി. പണിയെടുക്കുന്നവന് ബുദ്ധിയില്ലേ, എന്തെങ്കിലും പണി ചെയ്യാൻ അറിയാം. ഇത് അങ്ങനല്ല, ഇത് എന്തോ വേറെ കണ്ട് പരിപാടിയാ. അങ്ങനെയുണ്ട് സിനിമ. ഞാൻ പണ്ട് പറഞ്ഞ പോലെ അങ്ങനെയുണ്ട് സിനിമ കാണാൻ വരുന്നവന്മാരാന്ന് തോന്നുന്നു. മോഹൻലാലിന്റെ സിനിമ കാണുന്നത്. അവരെ പറ്റിച്ചങ്ങ് ജീവിക്കുക. അയ്യോ, അവരുടെ കാശെടുത്ത് തിന്നരുത് കേട്ടോ, അത് കൊള്ളത്തില്ല. അയ്യോ, അതുങ്ങള് പാവങ്ങളാ. അവരെ ഊമ്പിച്ച് എങ്ങനെ ജീവിക്കാൻ തോന്നുന്നു? ഇതൊക്കെ കൊണ്ടായിരിക്കും. അയ്യോ, അതൊന്നുമില്ല. അങ്ങനെ പറയുന്ന മോശമല്ലേ, അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് വേണ്ട. എന്തൊരു അവസ്ഥയാ ഇത്. ഇത്രയ്ക്ക് ഒരു ദാരിദ്ര്യം പിടിച്ചിട്ടാണ് എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിച്ച് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഒരു മധുവിനെ കെട്ടിയിട്ട് തല്ലിക്കൊന്നു, പാവപ്പെട്ടവൻ 2 റൊട്ടി മോട്ടിച്ചെന്നും പറഞ്ഞു. എടോ, ഇവിടുത്തെ കച്ചവടങ്ങളെല്ലാം അങ്ങനെയാണ്. അതായത് വൻകിട, അതായത് സ്മോൾ സ്കെയിലുള്ള തട്ടിപ്പുണ്ടല്ലോ. ഇപ്പൊ ആളുകളുടെ കയ്യിൽ നിന്ന് ചെറിയ പോക്കറ്റ് അടിച്ചാൽ തല്ലിക്കൊല്ലും. ഖജനാവ് മുക്കിയാൽ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ അവനെ മാലിട്ട് സ്വീകരിച്ച് കോടിക്കണക്കിന് ആളുകളെ ഒന്നിച്ച് നൈസായിട്ട് അങ്ങ് പറ്റിക്കുക, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ ഒന്നിച്ചങ്ങ് പറ്റിക്കുക, ചെറിയ ചെറിയ എമൗണ്ടില് അങ്ങനെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. അങ്ങനത്തെ ഈ മറ്റേ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഒക്കെ വരാറില്ലേ, അതുപോലത്തെ ഒരു തട്ടിപ്പുകാരെ, അതുപോലത്തെ ഒരു പരിപാടിയാണ് ഇവര് നടത്തുന്നത്. ഇത് ഭയങ്കരമാണ്. ഇതൊരു സ്കാമാന്ന് തോന്നുന്നല്ലേ? സ്കാമാണ്. പാവപ്പെട്ടവരെ പറ്റിക്കുന്ന ഒരു സ്കാമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. പാവപ്പെട്ടവരുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഇതൊരു ഭയങ്കര ചട്ടിയിൽ കൈയിട്ട് വാരുക എന്ന് പറയും. ചട്ടിയിൽ കൈയിട്ട് വാരുന്നോളാ തെണ്ടി. ആശീർവാദ് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന സ്ഥാപനമായി പോയല്ലോ അതെന്നാൽ. ഇത്രയും പിച്ചക്കാര്, അത്രയ്ക്ക് അതപ്പതിച്ച് മനുഷ്യനെ. ചിലപ്പോ ഇവിടേക്ക് നമ്മൾ ഇവിടെ കാണത്തില്ലടോ, അവരൊക്കെ ആയിരിക്കും ഇയാളെ സിനിമ പോയി കാണുന്നത്. അല്ല, ആരടോ ഇതൊക്കെ കാണുന്നത്? അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റില്ലടോ, ബുദ്ധിക്ക് കുഴപ്പമുള്ള ആൾക്കാരാ. അല്ലല്ല, ഇതൊക്കെ എങ്ങനെ കണ്ടിട്ട് എങ്ങനെ സഹിക്കുന്ന അവരുടെ കാശായത്. ഇയാള് തിന്നുന്നതേ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഇത്രയും മന്നിച്ചു പോയവരുടെ പൈസയാ. അയ്യേ, നിലവാരമില്ലാത്ത ഒരു പൈസ. നിലവാരമില്ല. കൂലിപ്പണി എടുത്ത കൂലിപ്പണിക്കാരുണ്ട് എടോ, ചില ഓഫീസേഴ്സും കാണും. ഈ കൂലിപ്പണിക്കാരുടെ കേസ് എനിക്ക് അത് പറയാനുണ്ട്. അവരെ കൂടെ പറ്റിക്കരുത്. അവരുടെ കാശുള്ളവരാണ് അവരുടെ കാശ് പോയ പോട്ടെ. ഇതൊക്കെയാടോ ഒരു ദിവസത്തെ സിനിമ ആണ്. ഇവന്റെ ഒക്കെ പണം റിലീസ് ആകുന്നത് ചിലതിനൊക്കെ ടിക്കറ്റ് കൂടുതലുണ്ടോ ഇല്ലയോ ആർക്കറിയാം. അവൻ പണിക്കും പോകത്തില്ല. കണ്ടിട്ടുണ്ടോ തിയേറ്ററിന്റെ മുന്നിൽ കിടന്ന് ജയ് വിളിക്കുന്നത്? വേറൊരു കാര്യം പറയട്ടെ, ഇപ്പൊ പടം മാർച്ചിലെങ്ങാണ്ട വന്നത്. മാർച്ചില് ജനുവരി മുതലായി ഇതിന്റെ ഇത് തുടങ്ങി, മാർക്കറ്റിംഗ് തുടങ്ങി. സോഷ്യൽ മീഡിയ മുഴുവൻ ഈ പരിപാടി നടക്കുന്നത് ഹിറ്റായി. അപ്പൊ ഓൾറെഡി ഈ സാധനം ഇങ്ങനെ മാർച്ച് വരെ ഇങ്ങനെ തള്ളി കയറ്റിക്കൊണ്ടിരിക്കുമല്ലോ. കയറ്റി ഇത് ഒരു പോയിന്റ് എത്തിച്ചിട്ട് ഈ പാവങ്ങൾക്ക് ടൈം കൊടുക്കണം. മനസ്സിലാവണ്ടോ? കാശൊക്കെ ഉണ്ടാക്കി, പണിക്കൊക്കെ പോയി കാശൊക്കെ ഉണ്ടാക്കിണ്ടേ ഇതൊക്കെ ആയിട്ട് ഇവര് ആ ടൈമൊക്കെ നോക്കി അവധി വല്ലാണ് പിന്നെ പറയണ്ട. പിള്ളേരെ ആ വീട്ടില് പിള്ളേരുണ്ടെങ്കിൽ അതുങ്ങളെ കൂടി കൊണ്ടുപോകും. അങ്ങനെ പാവപ്പെട്ടവനെ പറ്റിച്ച് ജീവിക്കുന്ന ഒരുത്തൻ, പാവപ്പെട്ടവനെയൊക്കെ കുടുംബത്തോടെ പറ്റിക്കാൻ ഭയങ്കര അതപ്പതിച്ച മനുഷ്യർക്കേ അത് പറ്റത്തുള്ളൂ. പറ്റിക്കലും കഴിഞ്ഞിട്ട് പിന്നെ ഫാമിലി ചിത്രം, ഫാമിലി ആയിട്ട് കുട്ടികൾക്കുള്ളതാണ്. കൊച്ചുങ്ങളെ വരെ പറ്റിക്കാൻ മടിയില്ലാത്ത ശ്രമിച്ചു. അതെ, പിള്ളേര് തിരിച്ചടിച്ചു. ഒന്ന് ആലോചിച്ചിരിക്കും. പിള്ളേര് പറഞ്ഞു എന്തോ കാണിക്കുന്നതെന്ന് ഇയാള്. പിള്ളേരെ പറ്റിക്കാൻ നോക്കി എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയോ. കൊച്ചു പിള്ളേരെ പറ്റിക്കാനല്ലേ നോക്കിയത് ആ സിനിമ വെച്ച്. ബറോസ് എന്ന് പറഞ്ഞാൽ വൃത്തിയുടെ പടം തന്നെയാ. അത് പന്ന ഡയലോഗ് ഉണ്ടെന്ന് അതിനകത്ത്. കിളവെന്നൊക്കെ വിളിക്കുന്നുണ്ട് ഒരു കൊച്ച്. ഇവൻ എവിടുത്തവനാ? എന്തിനു കൊള്ളാം ഇവന്റെ തലയ്ക്കകത്ത് എന്തോ ആടോ. ഒന്ന് ആലോചിച്ച് നോക്കിയോ. ഒരു മനുഷ്യനെ നോക്കിയിട്ട് ഈ കിളവൻ വേണ്ടി വിളിച്ചെന്ന ഒരു കൊച്ചു കഥാപാത്രം ഈ ഊള മുന്നിൽ നിൽക്കുവാടനെ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന പോലെ. മോഹൻലാലാണത്രേ. ഒരു വിവരവും ഇല്ലെന്ന്. വിവരം എന്ന് പറഞ്ഞത് 7 അയൽവക്കത്തൂടെ പോകാത്തോണ്ടാ ഇങ്ങനത്തെ ഡയലോഗ് ഇടുന്നേ. നിന്റെ തന്തയല്ല എന്റെ തന്ത എന്ന് പറയുന്ന ഡയലോഗ് അടിക്കുന്നതിനേക്കാളും കുഴപ്പമുണ്ട്. വല്ല കിളവാന്നോ ഏതാണ്ട് വിളിക്കുന്നുണ്ട് ഇയാളെ. അങ്ങനൊന്നും വിളിപ്പിക്കരുത് പിള്ളേരെ കൊണ്ട്. എന്തൊരു പൊട്ടനാന്ന്. പിള്ളേരെ കേൾപ്പിക്കാനും പാടില്ല. അതൊക്കെ എടുത്തിട്ടേക്ക് കുട്ടികളുടെ ചലച്ചിത്രം. എന്നിട്ട് പിള്ളേരെ പറ്റിക്കാൻ നോക്കി ഒരുത്തൻ. കേരളത്തിൽ പിള്ളേരെ പറ്റിച്ച് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പറയൂ, ഇത് പിള്ളേരെ പറ്റിക്കുന്ന ഒരുത്തൻ വന്നേക്ക്. ഭയങ്കര സംഭവം. കുട്ടികൾക്കുള്ള ചലച്ചിത്രമാണ്. എന്നിട്ട് പറഞ്ഞേക്കോ കാണിച്ചു വെച്ചേക്കുന്നതാണ്. കുട്ടികളെ പറ്റിക്കാനുള്ളൊരു ചിത്രമാണ്. കുട്ടികൾ പറ്റിക്കപ്പെട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെന്റെ പരാജയം. കുട്ടികളെ പറ്റിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്.
അല്ല വേറൊന്നും അല്ല. ഒരു പയ്യപ്പെന്ന് പറയണേ ഫസ്റ്റ് ഹാഫില് ഉറക്കം വന്നു, സെക്കൻഡ് ഹാഫിൽ ഉറങ്ങിപ്പോയി. കഷ്ടം. എന്തൊരവസ്ഥ. ഞാൻ അന്നേ പറഞ്ഞില്ലേ പിള്ളേരെ മേടിക്കും. ഈ എംബ്രാൻ ചിലപ്പോ ഇമാരെ ചിലപ്പോ പാനിന്റെ കളിക്കാനായിട്ട് അവിടെ ഇവിടെ കൊണ്ട് മൊഴി മാറ്റിയിടും. അപ്പൊ അവിടെ നിന്നെല്ലാം കിട്ടും കേട്ടോ. അതിന് ലോകമെമ്പാടും നടന്ന് തെറിയേക്കാൻ പോവാ. വേറെ കാര്യം പറഞ്ഞാല് ഇവരെ കൊണ്ട് പല ഭാഷ തെറിയ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫസ്റ്റ് സിനിമ ഇപ്പൊ ലൂസിഫർ ഇവിടെ സൈഡ് നിർത്തിക്ക്. ലൂസിഫർ പൃഥ്വിരാജിന്റെ ഒരു ഭയങ്കര സംഭവമാണ്. ഇതിന് ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞു വന്ന സാധനമുള്ളൂ. അപ്പൊ ആ സാധനം ഇറക്കി അത് കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായി അതിന്റെ നിലവാരമൊക്കെ എന്തോരം ഉണ്ടോന്നൊക്കെയുള്ളത് കണ്ടപ്പോ മനസ്സിലായിരുന്നു. പിന്നെ മോഹൻലാലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുതല എന്നുള്ളത് മനസ്സിലായി. കാരണം ഇയാളിങ്ങനെ വെറുതെ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് പുള്ളി ഡയലോഗ് പറഞ്ഞിട്ട് പുള്ളി കുറച്ചു നേരം കൂടി നിൽക്കും. പുള്ളി അഭിനയിക്കേണ്ടെന്ന് തോന്നുന്നു. മുഖത്തത് പന്നില്ല, കഷ്ടപ്പെടണാണ്. പുള്ളിയുടെ മറ്റേത് അടിച്ചിട്ട് സാധനം അടിച്ച് കയറ്റിട്ട് പുള്ളിയുടെ മുഖം അനങ്ങല്ലോ. അപ്പൊ പുള്ളി അങ്ങനെ സ്റ്റക്കായി അവിടെ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ കുറച്ചു നേരം കൂടിയൊക്കെ വെയിറ്റ് ചെയ്യണം കാണാം. അപ്പൊ ഞാൻ ഓർത്ത് ഇയാളൊന്നും ഇങ്ങനെ നിൽക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതല്ല, പുള്ളി അഭിനയിച്ചോണ്ടിരിക്കാന്ന് തോന്നുന്നു. എന്തായാലും അപ്പൊ ഇനിയിപ്പോ രണ്ടാമത്തെ സിനിമ വരുമ്പോ അറിയാം പൃഥ്വിരാജിനെ കൊണ്ട് എന്ത് നടക്കുന്നുള്ളൂ. ആദ്യത്തെ ഒരു എങ്ങനെയെങ്കിലും ഒക്കെ ഓടുന്നേ, മനസ്സിലാവുണ്ടോ? ചെറിയ ഇപ്പം അയാളുടെ മാക്സിമം പരിപാടി ആയിരിക്കും അയാളെ കാണിച്ചത്, അല്ലേ? അങ്ങനെയാണല്ലോ. അപ്പൊ തന്നെ മനസ്സിലായി. ഇനി ഈ വരുന്ന സാധനം ഇപ്പൊ ഈ ടീസർ കാണിച്ച് ഞെട്ടിക്കൊന്നും വേണ്ട. ടീസറിനകത്ത് ഈ പറയുന്ന ഒരു ഉണ്ടംപൊരിയില്ല. ഈ പറയുന്ന മറ്റേ ഇവിടുത്തെ പാവങ്ങളെ കാണിച്ച് പറ്റിക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ സിനിമയൊക്കെ കാണുന്ന ആൾക്കാർക്ക് കാണുമ്പോൾ ഈ പരിപാടിയൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാവും. സിനിമയൊക്കെ കാര്യമായിട്ട് അത്യാവശ്യം കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇത് എന്താന്നുള്ളത്. അതിനകത്ത് മറ്റേ സീൻ കൊണ്ടുവന്ന് കാണിച്ചതെല്ലാം തോക്ക് പിടിച്ചേക്കുന്ന പിടുത്തം. എന്തിനാണ് ഈ പണിക്ക് നിൽക്കണത്? പറ്റണ പണിയെടുത്താ പോരെ. അതെ, ഫീൽഡിൽ പിടിച്ചിരിക്കാൻ ചിലപ്പോ തോക്കൊക്കെ പിടിക്കാൻ തോന്നും. പ്രശ്നമുണ്ടല്ലോ, നിനക്കൊന്നും അതൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ അർണോൾഡിനൊക്കെ പറഞ്ഞിട്ടുള്ള പണിയാ. അല്ലാതെ തൂമ്പ എടുത്ത് പിടിച്ചോണ്ടിരിക്കുന്നവനെ തോക്ക് കൊടുത്താൽ ഇങ്ങനെ അർണോൾഡ് ഈ മറ്റേ പടത്തില് ഒരു കയ്യില് ഷോട്ട് ഗൺ ഇങ്ങനെ പിടിച്ചിട്ട് അയാൾ അതിങ്ങനെ ഫ്ലിപ്പ് ചെയ്യാ. നമ്മൾ ഈ കയ്യിലിട്ടത് ഇങ്ങനെ ആക്കൂല, മറ്റേ ആ സാധനം ചെയ്യണം. ഷോട്ട് ഗൺ, മനസ്സിലായ? അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ അവര് സിനിമയൊക്കെ ചെയ്യുന്നത് വേറെ തരത്തിലാണ്. നിങ്ങൾ ഈ കാണിക്കണ പോലെ അല്ലളിയാ. നിനക്കൊന്നും ഫീൽഡിൽ പിടിച്ചിരിക്കാന്നുള്ള ഇല്ലടാ, അതിനുള്ളത് ഇല്ല. നടക്കൂല, അത് പോരാ. നിങ്ങൾ പോരാ, നിങ്ങളെ കൊണ്ട് നാട്ടപ്പെട്ടില്ല. അപ്പൊ ഇവിടെ കിടന്ന് തുള്ളിച്ചാടി ആൾക്കാരെ പറ്റിച്ച് സംഭവിച്ചു, അത് കൊള്ളാം. കുറച്ചാളൊക്കെ ഉണ്ടാകുന്നു, വലിയ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അന്ന് നമുക്കും പ്രായമൊന്നും ഇല്ല, കൊച്ചു പിള്ളേരാണ്. അതുകൊണ്ട് പറ്റിച്ചു, കുറച്ചാള് പറ്റിച്ചു. സംഭവം അന്ന് അടിച്ചിറക്കുന്നത് അങ്ങനെ അന്ന് നമുക്ക് മനസ്സിലായില്ല എന്ന് കരുതി എന്നും അങ്ങനെ അങ്ങ് പറ്റിക്കാന്ന് വിചാരിക്കരുത്. ഇപ്പൊ പിള്ളേരൊന്നും പറ്റിക്കാൻ ഇച്ചിരി പാടാ കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരെ കണ്ടില്ലേ, പറഞ്ഞു കേട്ടില്ലേ? 10 വയസ്സുള്ള എന്നിട്ടും നാണം ഇല്ലാതെ പിന്നെയും ചെറുപ്പക്കാരൻ കളിച്ച് വന്നേക്കുക. നാണം ഉണ്ടോ? എന്തൊരു ഉളുപ്പില്ലാത്തവരെ ഇവര്. നിർത്ത്. അബ്രാം ഉർവശി അത് കറക്റ്റ് കേട്ടോ. അബ്രാം ഉർവശി അബ്രാം. അയ്യോ അബ്രാം ഉർവശി അബ്രാം. അയ്യോ ഉർവശി അബ്രാം ഉർവശി അബ്രാം ഉർവശി അബ്രഹാം ഉർവശി അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു. അത് നല്ല പടമാണ്, നല്ലൊരു പടമാണ്. അബ്രഹാം ഉർവശി അബ്രഹാം. അപ്പൊ ശരിയെന്നാ, ബൈ ബൈ. ഇനി ഇതുപോലത്തെ തീട്ട പരിപാടികളായിട്ടൊക്കെ ഇറങ്ങ്, നാട്ടുകാരെ പറ്റിക്ക്. അടുത്തായിട്ട് വാ. ഇനി വേറെ ശോഭനയുടെ കൂടെ ശോഭനയ്ക്കാണ്ട് പത്മശ്രീ കിട്ടി. ശോഭനയ്ക്ക് പത്മശ്രീ, IM വിജയന് പത്മശ്രീ, ബാലയ്ക്ക് പത്മശ്രീ. ഈ പ്രാവശ്യം പത്മശ്രീ അങ്ങ് പൊളിച്ച് കേട്ടോ. ബാലയ്ക്കൊക്കെ പത്മശ്രീ കൊടുക്കാന്ന് അല്ല, ഇവിടെ ഉള്ള കൊടുത്ത എല്ലാം കണക്കാ. എല്ലാരും അടിപൊളിയാണ്. ശോഭനയ്ക്ക് കിട്ടി. ശോഭനയുടെ കൂടെ ഈ പടം എന്താ സിനിമയുടെ ഒരു തുടരും എന്ന് പറയണേ. നമ്മള് എങ്ങനെയെങ്കിലും നിർത്താൻ പറഞ്ഞ സിനിമയ്ക്ക് തുടരുമെന്ന്. അപ്പൊ രണ്ടും കൽപ്പിച്ചല്ലേ, നടക്കട്ടെ. നിർത്ത്, അവസാനിപ്പിക്ക്. അടുത്തത് തീർന്നു എന്നും പറഞ്ഞ നിർത്ത്. വേണ്ട, ഇവിടെ വേണ്ട. ഇതൊക്കെ തറയാന്ന്. പൃഥ്വിരാജ് മോഹൻലാലിനെ വെച്ച സിനിമ ഞാൻ കൊതിച്ചു വന്ന ആളാണല്ലോ. മറ്റേ ലാലേട്ടൻ ഇപ്പൊ കിട്ടും, അത് ചെയ്തു, അത് കഴിഞ്ഞല്ലോ, മതിയല്ലോ. കണ്ടില്ലേ, മുണ്ടൊക്കെ മടക്കി കൊത്തി സ്നഗ്ഗിയെ കാണിച്ചില്ലേ? പിന്നെ അത് കാണിക്കേണ്ട കാര്യം. സ്നഗ്ഗി ഷോട്ടൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു. മുണ്ട് മടക്കി കൊത്തുന്നതും
അതെ 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 ശരിയാ. മറ്റേ സാധനമാണോ താൻ പറഞ്ഞാലും മറ്റേതുണ്ടാവും. വെടിവെപ്പ് എല്ലാം കഴിഞ്ഞിട്ടേ മുണ്ടും മടക്കി കുത്തി വരും. അവസാനം റഷ്യയിൽ മഞ്ഞുമല കിടന്ന് മുണ്ട് പറിച്ചടിക്കോ, പറിച്ച് മറ്റേ മലയുടെ മുകളിൽ നിന്ന് ആളെ തള്ളി താഴെ. മിക്കവാറും അതൊക്കെ സംഭവിക്കും. ലാസ്റ്റില് മുണ്ട് ഷർട്ടുവാ. ലാസ്റ്റിൽ മുണ്ട് ഷർട്ട് ആയിരിക്കും. ഇത്രയും കറുത്തുടുപ്പിട്ടിട്ടേ ലാസ്റ്റ് മുണ്ട് ഷർട്ട് എടുത്തോണ്ട് വന്നിട്ട് ഒരു സാധനം കാണിക്കും. അപ്പോഴാണ് ഇമാര് കൈയടിക്കും. പൊട്ടന്മാരാണല്ലോ വരുന്നത്. ആ പാവങ്ങളെ പറ്റിക്കാനുള്ള ഇടപാടല്ലേ. ഇങ്ങനെ ജീവിക്കുവാണോടാ നീയൊക്കെ? എന്നിട്ട് മോൻസിന് കുറ്റം, ബാക്കി നമ്മളൊക്കെ ഡീസന്റ്. ഒരു പ്രത്യേക സ്കാം ആകട്ടെ ഇത്, അല്ല ഒന്നും അല്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിക്ക് സ്കാം എന്ന് പറയുന്നത്. എന്തുവാണ് ഇങ്ങനെ പറ്റിക്കാൻ ഒരു അവസരം കൊടുക്കുന്നത്? കബളിപ്പിക്കുന്ന പരിപാടിയാണ്. കൊച്ചുങ്ങളെ വരെ പറ്റിക്കാൻ നോക്കിയവരാണ് ഇവര്. ബറോസ് അതിനകത്ത് കൊച്ചിന്റെ ഡയലോഗ് ഒരെണ്ണം മതി ഇവന്. അവൻ എങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തു ഇതിന്? അതെങ്ങനെ ഇവന്മാര് ഈ സെൻസർ ബോർഡ് ഇത് കണ്ടില്ലേ? അതിനെങ്ങനെ വിവരം വേണ്ടേ? എന്തെങ്കിലും ചെയ്ത ഉടനെ ബായം പൊളിച്ചിരിക്കുന്നവന്മാരാണല്ലോ അവിടെ ഇരിക്കുന്നത്. പൊട്ടന്മാരാണോടാ ഇവന്മാരും കൂടെയുള്ളവന്മാരും എന്തിനാ? അതൊക്കെ ആണ്ട് വലിയ കാര്യമാണോ? ഹേമ കമ്മിറ്റി അവിടെ ഇരിക്കുന്നേ ഉള്ളു. വിട്ടേക്ക് പോട്ട്. അറിയാ പറഞ്ഞാണേ, കേസാക്കല്ലേ. ആർക്കും എന്തും പറയാവുന്ന. അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനെ എന്തൊന്നും പറയാറില്ല. നിങ്ങൾക്കത് സൂചിക്കത്തില്ലായിരിക്കും ചിലപ്പോ. നമുക്ക് എന്തും ചെയ്യാം. ഇക്കായ്ക്കൊക്കെ എന്ത് വേണം ചെയ്യാം. ലിക്കിക്ക ഒന്നും കാണാനില്ലല്ലോ. പോയോ ഇനി സിനിമയിലൊക്കെ വിട്ട് മാറ്റി നിർത്തരുത് ഇതിനൊക്കെ. പിന്നെ അഭിനയിപ്പിക്കാം. നേരത്തെ അഭിനയിച്ചു ഇനി വരാതിരിക്കുന്ന നല്ലത്. ഇവരൊക്കെ വന്നാൽ ഇനി ആൾക്കാർക്ക് ഒരു വെറുപ്പീരായിരിക്കും. സിദ്ദിഖിനെയൊക്കെ പടത്തിൽ കാണുമ്പോൾ തന്നെ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. വീഡിയോ വരെ വന്നു തുടങ്ങി. അയാളെ തിയേറ്ററിൽ കാണുമ്പോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു അൺകംഫർട്ടബിൾ ഫീൽ മൂഡാണ് കിട്ടുന്നത് എന്നുള്ളതാണ് അഭിപ്രായം. അറിഞ്ഞു കേട്ടത്. ശരി എന്നാ നമുക്ക് ഇപ്പൊ പിന്നെ ഒരു പരിപാടി ഉണ്ട്. പിന്നെ ഓക്കെ ശരി എന്നാ. അപ്പൊ ശരി കേട്ടോ. ഇനിയും ആൾക്കാരെ പറ്റിക്കാൻ പീസ് ഔട്ട് തന്റെ അല്ലേ അത് ഇരിക്കട്ടെ. ഒരു വഴിക്ക് പോവല്ലേ. പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന അവന്മാര്.